ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. അതങ്ങനെയാണ്, ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. എങ്കിലും നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുരാജയിലെ ഡയലോഗ് പോലെ ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോർമൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെടിച്ചട്ടിയാണ്. നമ്മൾ ചെടിച്ചട്ടിയുടെ പല പല വേർഷൻസ് കണ്ടിട്ടുണ്ട്. മണ്ണ് വെച്ചും സിമെന്റ് വെച്ചും പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ച് നമ്മൾ പല വേർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വേർഷനാണ് നമ്മൾ പേപ്പർ വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഈ ചെടിച്ചട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറും 10 രൂപ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇങ്ങനത്തെ ഒരു പാത്രമാണ്. ഇങ്ങനത്തെ പാത്രം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോണ ഒരു ടൈപ്പ് പാത്രമാണ്. അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറെ ന്യൂസ് പേപ്പറാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ന്യൂസ് പേപ്പർ കീറിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പേപ്പറൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പറൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ പേപ്പർ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പേപ്പർ പേസ്റ്റ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്, അത് നമുക്ക് പിഴിഞ്ഞ് കളയാം. അതിനുശേഷം നമുക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ ഏറ്റവും വലിയ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലും ചുറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ ചെടിച്ചട്ടി വിട്ടു പോരാനാണ്. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പശ ഒഴിക്കലാട്ടെ. പശ നമ്മൾ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മുടെ കൈ തന്നെ വെച്ച് ആ പശയിലെ പാത്രത്തിലേക്കൊന്ന് പടത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേപ്പർ പേസ്റ്റില്ലേ, ആ പേപ്പർ പേസ്റ്റിൻ്റെ വെള്ളം നമ്മുടെ കൈ കൊണ്ട് തന്നെ കുറച്ച് അമർത്തി കളഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പശ ഫെവിക്കോൾ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിങ്ങനെ റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കഠിന അധ്വാനത്തിന് ശേഷം നമ്മുടെ ചെറിയ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് നടുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. നടുക്കാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ കരിങ്കല്ലെടുത്ത് അങ്ങോട്ട് മോളി വെച്ചേക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ നമ്മുടെ ഈ പേപ്പർ പേസ്റ്റ് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണക്കാൻ വെച്ചാൽ മതി. ഉണക്കാൻ വെക്കണേക്കാൾ മുമ്പ് അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് പശ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഉണക്കാൻ വെക്കാമേ. അപ്പോൾ അതേ ഇപ്പോൾ കാണുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ്. ഉള്ളിൽ ഇപ്പോഴും നനവൊക്കെ ശരിക്കും ഉണ്ട്, ആ എണ്ണമയൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്കിനി ഇത് ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം അതിൽ നമ്മൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടിച്ചട്ടി 2 ആഴ്ച ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്കെയിൽ വെച്ച് ആ പാത്രത്തിൽ നിന്ന് പിടിപ്പിച്ചെടുക്കാം. ശരിക്കും വിട്ടതിന് ശേഷം നമുക്കിനി ആ പാത്രം ജസ്റ്റ് നമ്മുടെ തറയിലേക്ക് ഒന്ന് വെച്ചിട്ട് 2 അടി കൊടുത്ത് അത് നമ്മൾ പൊക്കിയെടുക്കാം. നോക്കിയേ, നമ്മുടെ ചെടിച്ചട്ടി സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലും ജസ്റ്റ് പശയൊക്കെ വെച്ച് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടി നമുക്ക് ഇനി ഒരാഴ്ചയോടെ ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെടിച്ചട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷൻ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാം. പെയിൻ്റ് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ കുറച്ച് ഭംഗി വരാൻ വേണ്ടിയാട്ടോ നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ സ്പ്രിങ്കിൾ ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. കാരണം മെറ്റീരിയൽ പേപ്പർ ആയതുകൊണ്ട് കുതിർന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് നിർമ്മിക്കാൻ വേണ്ടി ചിലവ് വരുന്നത് ആകെ 10 രൂപയുടെ ഫെവിക്കോളും മാത്രമുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയുടെ ഒരു വിടർന്നാണ്. നോക്കിയതേ, ഡബിൾ സ്ട്രോങ് ആണ്, നല്ല കട്ടിയിലിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സെറ്റാണിത്, നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ബെല്ലൈക്കൻ്റെ കാര്യം പറയണല്ലോ, അതാണ് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് നോ മോർ, സൈനിങ് ഔട്ട്.